ആഹ്ലാദത്തോടു കൂടി നന്ദി അറിയിക്കുകയാണ് അല്ലേ അനന്തപുരിയുടെ നഗരത്തിൽ പൂർണ്ണമായും? ആണ്, അതെ അതെ അതെ, വളരെ വളരെ വലിയ നന്ദി എല്ലാവർക്കും, വളരെ വലിയ നന്ദി. ഈ മാറ്റം തിരിച്ചറിഞ്ഞതിന്, കൂടെ നിന്നതിന്, വികസനത്തിന് വേണ്ടി പങ്കാളിയായതിന് വലിയ നന്ദി. അഴിമതിരഹിത ഒരു മുന്നേറ്റമായിരിക്കും ഇനി നഗരസഭയുടെ വികസനത്തിനും ഒപ്പം തന്നെ നഗരസഭയിൽ പൂർണ്ണമായും ഭരണത്തിൽ കാണാൻ സാധിക്കും അല്ലേ? ഉറപ്പായും ഉറപ്പായും അത് തന്നെയാണ് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. പ്രത്യേകിച്ച് ഒരു നാരീശക്തി എന്ന തരത്തിലേക്കാണ് മേഡം ഇനി അനന്തപുരിയിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് നിരവധി വനിതാ കൗൺസിലർമാരുണ്ട്. അവർക്കൊക്കെ ഒരു ശക്തി പകരുന്ന തരത്തിലേക്കായിരിക്കുമോ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലം? അങ്ങനെയാണല്ലോ. ഞങ്ങൾ 25 പേരിപ്പോൾ ജയിച്ച് വന്നിട്ടുണ്ട്. 50 പേരിൽ 25 പേരും നാരിയാണ്. അപ്പോൾ ശരിക്കും നാരീശക്തി തന്നെയാണ്. അത് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിർവഹിക്കും. ഞങ്ങളുടെ ശക്തി ഞങ്ങൾ തെളിയിച്ചു കൊടുക്കും. എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെയുള്ള സ്ത്രീജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും വളരെ സുഖമായിട്ടുള്ള, സുസ്ഥിരമായിട്ടുള്ള ഒരു വലിയ വികസനം, നല്ല ജീവിതം ഒക്കെ കാഴ്ചവെക്കും. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രധാനമായും പ്രാധാന്യം നൽകും. സ്ത്രീ സുരക്ഷ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ചേർന്ന് അതിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. എല്ലാവരുടെയും സുരക്ഷ, പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ. തീർച്ചയായിട്ടും സ്ത്രീ സുരക്ഷയ്ക്ക് നഗരത്തിൽ പ്രധാന പ്രാധാന്യം നൽകുമെന്ന് തന്നെയാണ് ശ്രീലേഖ IPS കൗൺസിലർ കൂടിയായ ശ്രീലേഖ IPS നൽകുന്ന ഒരു വാഗ്ദാനം. ഒപ്പം തന്നെ അഴിമതിരഹിത ഭരണമായിരിക്കും വരുന്ന ഭരണം BJPയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ അനന്തപുരിയിൽ നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അഴിമതിരഹിത വികസിത ഭരണമായിരിക്കും ഇനി കാണാൻ പോകുന്നത് എന്ന മുദ്രാവാക്യം തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഉയർത്തുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനും സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ എനിക്ക് പുറകിലായി 50-ലധികം കൗൺസിലർമാരാണ് എനിക്ക് പുറകിലായുള്ളത്. എന്തായിരുന്നാലും വലിയ ആവേശത്തിൽ BJP അനന്തപുരിയെ അങ്ങനെ കാവ്യമയത്തിലേക്ക് ആറാടുകയാണ് അനന്തപുരി എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അശ്വതി.